സുഹൃത്തുക്കളെ, ഞാൻ നിഷാ നെടുമ്പുറം. നാണുവേട്ടൻ തോക്കുന്നു കണ്ണൻ പൊയിലൂരും തമ്മിലുള്ള അവാർഡ് വിവാദമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ തുടക്കം മുതലേ എനിക്കറിയുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ടും മാന്യമായ ഭാഷയിലുമാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ണൻ പൊയിലൂരിന് കിട്ടിയത് ദേശീയ അവാർഡല്ല, അതാണ് എൻ്റെ പോയിന്റ്. മാന്യമായ ഭാഷയിൽ പറഞ്ഞ കാര്യത്തെ സാമൂഹ്യ മാധ്യമത്തിലൂടെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ പൊയിലൂർ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിലൊരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിൽ യാതൊരു കാര്യവുമില്ല. യഥാർത്ഥത്തിൽ ഞാൻ വളരെ മാന്യമായ ഭാഷയിലാണ് സംസാരിച്ചത്. പോയിന്റുകളാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. കണ്ണൻ പൊയിലൂർ എന്തുകൊണ്ട് ഇതിനെതിരെ കേസ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണൻ പൊയിലൂരിൻ്റെ ഭാഗത്ത് യാതൊരു പോയിന്റുമില്ല. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നുകൊണ്ട് പോലീസ് സ്റ്റേഷനിലൂടെ കംപ്ലൈൻറ്റ് കൊടുത്തുകൊണ്ട് സത്യത്തെ മൂടിവെപ്പിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. നാണുവേട്ടനെതിരെ അപകീർത്തികരമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം വോയിസ് ക്ലിപ്പ് ഇട്ടത്. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ ആക്ഷേപിക്കുകയും കുടുംബപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള രീതിയിലുള്ള ഭീഷണി വോയിസ് ക്ലിപ്പുകളാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. കണ്ണൻ പൊയിലൂര് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. കണ്ണൻ പൊയിലൂരിന് ലഭിച്ച അംഗീകാരം താങ്കളുടെ ഉള്ളിൽ ഒരു ക്യാൻസർ പോലെ പടർന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം താങ്കളുടെ ഉള്ളിലെ കുശുമ്പും അസൂയയുമാണ്. ചില വാക്കുകൾ അവന്റെ നാവിൽ നിന്ന് വീണുപോയാൽ നഷ്ടപ്പെടുന്നത് താങ്കളുടെ അഭിമാനമായിരിക്കും. സത്യം ചിലപ്പോൾ കയ്പുള്ളതാവാം, പക്ഷേ അത് മുഖത്ത് നോക്കി പറയാൻ കണ്ണന് ഒരു മടിയുമില്ല. എന്നേക്കാൾ 10 വയസ്സ് കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ നാറ്റിക്കാൻ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന സത്യം പൊതുജനങ്ങൾക്കറിയാം. നിങ്ങളുടെ വീട്ടുകാരെപ്പറ്റി നിങ്ങൾ സംസാരിച്ച നിങ്ങളുടെ ശബ്ദത്തിലുള്ള ഒത്തിരി വോയിസ് ക്ലിപ്പുകൾ എന്റെ ഫോൺ മെമ്മറിയിലുണ്ട്. അത് നിങ്ങൾ പുറത്തെടുപ്പിക്കരുത്. നാറുന്നത് ആരാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതേ കണ്ണൻ പൊയിലൂര് മാന്യമായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ വസ്തുതാപരമായ രീതിയിൽ അവതരിപ്പിച്ച എനിക്കെതിരെ കേസ് കൊടുത്തത് എൻ്റെ പ്രഭാഷണത്തെ ഭയന്നുകൊണ്ട് തന്നെയാണ്. കാരണം ഈ ഒരൊറ്റ പ്രഭാഷണം കൊണ്ട് തന്നെ പൊയിലൂരുള്ള മുഴുവൻ ജനങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ കാപട്യത്തെ മനസ്സിലായിട്ടുണ്ട്. വ്യക്തി അതിശയപരമായ ഒരു പോയിന്റും അതിലില്ല എന്ന് മാത്രമല്ല, തീർത്തും ഭരണഘടന അനുവദിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വളരെ കൃത്യമായിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി നമ്മുടെ ഭരണഘടന പറയുന്നത്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയാണ്, allows citizens to express their views, opinions and ideas freely through various medium like speech, writing, printing and visual representations. കൃത്യമായിട്ട് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 19A പറയാണ്. ആർട്ടിക്കിൾ 19 ആണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ പറ്റി, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ. 19A പറയുന്നത് ഏതൊരു മാധ്യമത്തിലൂടെയും തന്റെ ഐഡിയ, ആശയങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അവകാശം. സ്പീച്ചിലൂടെ ആവാം, റൈറ്റിംഗ്സ് എഴുത്തിലൂടെ ആവാം, പ്രസിദ്ധീകരണത്തിലൂടെ പ്രിന്റിങ്ങിലൂടെ ആവാം, ആൻഡ് വിഷ്വൽ റെപ്രസെന്റേഷനിലൂടെ ആവാം. ഞാൻ ചെയ്യുന്നത് വിഷ്വൽ റെപ്രസെന്റേഷനാണ്. ഇത് ഭരണഘടന അനുവദിച്ച കാര്യമാണ്. അതിൽ ഭരണഘടന നിയന്ത്രണം വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, മെയിൻറ്റെയിൻ പബ്ലിക് ഓർഡർ, ക്രമസമാധാനം നിലനിർത്തുക. അത് തകർക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിൽ വരാൻ പാടില്ല. 2, എൻഷുർ നാഷണൽ സെക്യൂരിറ്റി, ദേശീയ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വയലേറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് പ്രിവെന്റ് ഡിഫാമേഷൻ, വ്യക്തിപരമായിട്ട് ഒരാളെ ആക്ഷേപിക്കാൻ പാടില്ല. ഇതിൽ വ്യക്തി ആക്ഷേപം വരുന്നില്ല. വ്യക്തി ആക്ഷേപം ഉണ്ട് എന്നുള്ളതിന് ഇതിൽ യാതൊരു തെളിവുമില്ല. വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറയുന്നത് വ്യക്തി ആക്ഷേപമല്ല. വ്യക്തി ആക്ഷേപം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ കണ്ണൻ പൊയിലൂർ നാണു ഏട്ടനെതിരെ ഇറക്കിയ വോയിസ് ക്ലിപ്പ് മാത്രം കേട്ടാൽ മതി. അതിൽ 100% വ്യക്തി ആക്ഷേപം മാത്രമേ അതിലുള്ളൂ. നാണുവേട്ടൻ തോക്കുന്നതിന് ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കാനുള്ള വകുപ്പുണ്ട്. മാനനഷ്ടത്തിനും കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. കൃത്യമായിട്ട് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു. നാണുവേട്ടൻ തൂക്കുന്നെടുത്ത ആൽബത്തെ പറ്റി പറഞ്ഞു. അതിലെങ്ങനെയാണ് കണ്ണൻ പൊയിലൂരിനെ അദ്ദേഹം സ്വന്തം കിശയിൽ നിന്ന് 4 ലക്ഷത്തോളം രൂപ മുടക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിനെ പറ്റി പറഞ്ഞു. അദ്ദേഹം പെയ്ഡ് പ്രൊമോഷൻ യൂട്യൂബിൽ നാണുവേട്ടൻ അറിയാതെ 5000 ഒക്കെ വ്യൂസ് കിട്ടേണ്ട ആ വീഡിയോനെ പൈസ കൊടുത്തുകൊണ്ട് 1,35,000 വ്യൂസ് ഉണ്ടാക്കിയതിനെ പറ്റി ഞാൻ പറഞ്ഞു. അത് എങ്ങനെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, തിരിച്ചറിയാനുള്ള സാഹചര്യത്തെ പറ്റി ഞാൻ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞു. ഇത് അറിയേണ്ടവർ ആ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ പിടികിട്ടും. കണ്ണൻ പൊയിലൂർ തനിക്ക് വേണ്ടി പൈസ മുടക്കി ഇത്രയും പ്രശസ്തിയിൽ എത്തിച്ച നാണുവേട്ടനെ എന്തുകൊണ്ട് അധിക്ഷേപിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യവും. നാണുവേട്ടൻ തോക്കുന്നതിനെ തന്നെ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ, നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ സംവിധായകന്മാർ സമീപിച്ചിരുന്നു. നല്ല വീഡിയോ ആണ്, നല്ല ആൽബമാണ്, നിങ്ങൾക്കിതിന് ഞാൻ ഒരു അവാർഡ് തരപ്പെടുത്തി തരാം, അതിന് ചെറിയ പൈസ ചിലവാക്കേണ്ടിയിരുന്നൊക്കെ നാണുവേട്ടനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പൈസ കൊടുത്തിട്ടുള്ള ഒരു അവാർഡ് എനിക്ക് വേണ്ട, ഇതിൻ്റെ ആവശ്യം എനിക്കില്ല. ഈ ഒരു വീഡിയോ യൂട്യൂബിൽ ഓടി കുറച്ച് പബ്ലിസിറ്റി ആയി, പെയ്ഡ് പ്രൊമോഷനിലൂടെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ട് ഒരു വൈറലായി. ആ സമയത്താണ് എനിക്ക് ദേശീയ അവാർഡ് കിട്ടി എന്ന് പറഞ്ഞ് കണ്ണൻ പൊയിലൂർ രംഗത്ത് വരുന്നത്.
ഈ കണ്ണൻ പൊയിലൂരിന് കിട്ടിയ അവാർഡ് നാണുവേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു അത് ദേശീയ അവാർഡല്ല. ദേശീയ അവാർഡ് കിട്ടിയെന്ന് അവകാശപ്പെട്ട് അവാർഡ് വാങ്ങിയിട്ട് വരുന്നു. ഇത് ദേശീയ അവാർഡല്ല എന്നുള്ള രീതിയിൽ ചങ്ങമ്പുഴക്കും കൈതപ്പുഴത്തിനൊക്കെ ഒറ്റ എഴുത്തിന് അവാർഡ് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു അവാർഡ് കണ്ണൻ പൊയിലൂരിന് കിട്ടി എന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ ചെറിയൊരു ട്രോളലാണ്. കാരണം ദേശീയ അവാർഡ് അല്ല എന്നുള്ളത് നാണുവേട്ടന് കൃത്യമായിട്ട് അറിയാം. കൈതപ്പുറം ദാമോദരൻ നമ്പൂരിക്കും അതേസമയം ചങ്ങമ്പുഴക്കും ലഭിക്കാത്ത ഈ അവാർഡ് കണ്ണൻ പൊയിലൂരിന് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 5ാം ക്ലാസ്സുകാരനോ ദേശീയ അവാർഡ്. ചങ്ങമ്പുഴയും കൈതപ്രവും എത്ര എഴുതി, ഒറ്റപ്പാട്ടിനായി ഇവനെ തേടിയെത്തിയോ ബഹുമതി. നാണുവേട്ടൻ തള്ളിപ്പറഞ്ഞു പരസ്യമായി. നാണുവേട്ടന്റെ വാക്കുകൾ കേട്ടുമടുത്ത ജനം കണ്ണനോടായി മൊഴിഞ്ഞു. സ്നേഹം ഇനി വേണ്ട, എന്നേക്കുമായി വെറുത്തു. കണ്ണൻ പൊയിലൂര് ഓരോ ചെയ്തികളും തെറ്റായി ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വരുന്നത്. ഈ ജന്മത്തില് കണ്ണന് മാത്രമേ ഒരു പാട്ട് എഴുതിയിട്ട് ദേശീയ അവാർഡ് കിട്ടുകയുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. ഈ ദേശീയ അവാർഡ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഇതാണ്. കണ്ണൻ പൊയിലൂര് വാങ്ങിച്ച ആ അവാർഡിന് ആ കൂട്ടർ എന്നോട് ചോദിച്ചിരുന്നു, ഒരു 50,000 രൂപ തന്നാൽ നിങ്ങൾക്കും ഒരു അവാർഡ് തരാം, എന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് വാങ്ങിച്ചിട്ടില്ല. ദേശീയ അവാർഡ് എന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസികൾ ദേശീയ തലത്തിൽ രചനകൾ ക്ഷണിച്ചുകൊണ്ട് അതിന് കൊടുക്കുന്ന അവാർഡാണ്. അതിൽ മലയാള ഭാഷ ഉണ്ടാവാം, കന്നഡ ഭാഷ ഉണ്ടാവാം, ഇന്ത്യയിൽ സംസാരിക്കപ്പെടുന്ന അല്ലെങ്കിൽ സാഹിത്യ രചന നടത്തുന്ന ഏതെല്ലാം ഭാഷകളുണ്ടോ, ഏതൊക്കെ ഭാഷയിൽ ആൽബങ്ങളുണ്ടോ, ഏതൊക്കെ ഭാഷയിൽ സിനിമാ പാട്ടുകളുണ്ടോ, അതൊക്കെ ക്ഷണിച്ചുകൊണ്ട് അതിൽ നിന്നാണ് മികച്ച ഗാന രചയിതാവിനെയോ മികച്ച സംവിധായകനെയോ മികച്ച സഹസംവിധായകനെയും മികച്ച പ്രൊഡ്യൂസറെയും ഒക്കെ തെരഞ്ഞെടുത്തുകൊണ്ട് അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഗാനരചനയ്ക്ക് ഒരു മലയാളി ആയിരിക്കുന്ന ഒരാൾക്ക് അവാർഡ് കിട്ടിയെന്ന് വരും. പക്ഷേ സംവിധായകനുള്ള അവാർഡ് ചിലപ്പോൾ മറ്റൊരു ഭാഷയിലുള്ള മറ്റൊരു ഫിലിമിനായിരിക്കും, അല്ലെങ്കിൽ ആൽബത്തിനായിരിക്കാം. മികച്ച സംവിധായകൻ വരുമ്പോൾ അത് മറ്റൊരു ഭാഷയിലെ വേറെന്തെങ്കിലും ഒരു ആൽബമോ അല്ലെങ്കിൽ ഫിലിം സോങ്ങോ ആവാം. അതേപോലെ തന്നെ പ്രൊഡ്യൂസർക്കുള്ള അവാർഡ്, സഹസംവിധായകനുള്ള അവാർഡ്, മികച്ച നടിക്കുള്ള അവാർഡ്. അതായത് ഒരു ആൽബത്തിന് കിട്ടുന്നത് ഒരു പക്ഷേ സംവിധായകനുള്ള മാത്രം അവാർഡായിരിക്കും. സഹസംവിധായകന്റെ അവാർഡ് മറ്റൊരാൾ കിട്ടിയത് മറ്റൊരു ആൽബത്തിലായിരിക്കും. മികച്ച ഗാനരചനക്കുള്ള അവാർഡ് വേറൊരാൾ കിട്ടിയത് വേറെ ഭാഷയിലുള്ള അവാർഡിലായിരിക്കും. ഒറ്റയൊന്നാണ് കൊടുക്കുന്നത്. ഗാനരചനക്കുള്ള ഒരു അവാർഡ്, സംവിധായകനുള്ള ഒരു അവാർഡ്, സഹസംവിധായകനുള്ള അവാർഡ്, മികച്ച അഭിനയനുള്ള അവാർഡ്, അഭിനേത്രിക്കുള്ള അവാർഡ്, ഗാനരചന ഒക്കെയുള്ള അവാർഡ്, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. രാഷ്ട്രപതിയുടെ വിജ്ഞാൻ ഭവനിൽ നിന്നാണ് ഇതൊക്കെ പ്രഖ്യാപനം നടത്തുകയും അവാർഡുകൾ കൊടുക്കുകയും ചെയ്യുന്നത്. അവിടെ ഇന്റർനാഷണൽ ആയിരിക്കുന്ന എല്ലാ മീഡിയസും ഉണ്ടാവാം. ഇന്ത്യയിലെ മൊത്തം വീഡിയോസ് അവിടെ ഉണ്ടാവാം, കേരളത്തിലെ മൊത്തം വീഡിയോസ് അവിടെ ഉണ്ടാവും. ഇതൊക്കെ ഒരുപക്ഷെ ലൈവായിട്ടോ അല്ലെങ്കിൽ എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ഇത് വരും. പത്രങ്ങളിൽ മുൻപേജിൽ വരണം ദേശീയ അവാർഡ് എന്ന് പറയുമ്പോൾ. അത് ഗാനരചനയ്ക്കായിക്കോട്ടെ അഭിനയത്തിനാവട്ടെ എല്ലാം തന്നെ. ഇതൊക്കെയാണ് ദേശീയ അവാർഡ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു പ്രൈവറ്റ് ഫേം ആയിരിക്കുന്ന ബഹുജൻ സാഹിത്യ അക്കാദമി അതാണ് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. അത് യാതൊരു വാല്യൂഡും ഇല്ല അതിന്. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ പ്രൈവറ്റ് സ്ഥാനമാണ്. അവർക്ക് ആർക്ക് വേണേ കൊടുക്കാം, പൈസ കൊടുത്തിട്ട് കൊടുക്കാം, പൈസ കൊടുക്കാണ്ട് കൊടുക്കാം, ബന്ധുക്കൾക്ക് കൊടുക്കാം. ഇതൊന്നും ആരും തന്നെ ചോദ്യം ചെയ്യാനുള്ള പുറത്തുള്ള ഒരു അതോറിറ്റിയോ ഗവൺമെന്റ് അതോറിറ്റിയോ അവിടെ ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവാർഡാണിത്. അപ്പോൾ ദേശീയ അവാർഡും ഈ പറഞ്ഞ രീതിയിലുള്ള അവാർഡും തമ്മിലുള്ള വ്യത്യാസം മെഡലും മടലും പോലെയാണിത്. ഒരു വിലയില്ലാത്ത സാധനമാണ് മറ്റേ ദേശീയ അവാർഡ് ഇടക്കിടക്കുന്നു. പക്ഷെ കണ്ണൻ പൊയിലൂർ ചെയ്തത് ഇത്തരത്തിലുള്ള അവാർഡിനെ ദേശീയ അവാർഡാണെന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങളിൽ കൊടുത്തു. പത്രങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് പടയണി പോലെയുള്ള സായാഹ്ന പത്രങ്ങൾ. അവർ ഏത് ന്യൂസ് കൊടുത്തു കഴിഞ്ഞാലും അത് അതേപോലത്തെ എഡിറ്റും ചെയ്യാതെ ഇടുന്ന ഒരു മാധ്യമങ്ങളാണ്. അത് 2-3 പത്രങ്ങളിലൊക്കെ സൈഡിലൊക്കെ വന്നു. ദേശീയ അവാർഡാണെങ്കിൽ എന്താണ് പബ്ലിക് 1-ാം പേജിൽ വരേണ്ട കാര്യമാണ്. അത് മാത്രമല്ല ഒരാൾക്ക് ദേശീയ അവാർഡ് നമ്മുടെ നാട്ടിൽ കിട്ടുകയാണെങ്കിൽ വലിയൊരു കാര്യമാണത്. കാരണം ഇത്രയും കാലമായിട്ട് മലയാളത്തിൽ വെറും 4 ദേശീയ അവാർഡാണ് ഗാനരചന കിട്ടിയത്. ഗിരീഷ് പുത്തഞ്ചേരി അദ്ദേഹത്തിന് 7 തവണ സംസ്ഥാന അവാർഡ് കിട്ടി. അദ്ദേഹത്തിന് പോലും ഇതുവരെ ദേശീയ അവാർഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഏതോ ഒരു ആൽബം ഇട്ടിട്ട് ആ ആൽബം യൂട്യൂബിൽ 6000 വരെ ഓടി നിന്നപ്പോൾ യൂട്യൂബിന് പൈസ കൊടുത്തുകൊണ്ട് അത് 1,35,000 വ്യൂസാക്കി വെച്ച ഒരാൾക്ക് ദേശീയ അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ കൊയിലൂർ ഭാഗത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന് കിട്ടിയ ദേശീയ അവാർഡല്ല. ദേശീയ അവാർഡ് കിട്ടുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ സാഹിത്യ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ അദ്ദേഹത്തെ വിളിച്ച് വീട്ടിൽ വന്ന് കണ്ട് അഭിനന്ദിക്കും. മുഖ്യമന്ത്രി അടക്കം വിളിക്കും. സകല പത്രങ്ങളിലും വരും. എല്ലാ നാട്ടിലും അറിയോ. യഥാർത്ഥ പാനൂർ ലൊക്കാലിറ്റിയിലെ സായാഹ്ന പത്രങ്ങളിൽ മാത്രമാണ് ഈ ഒരു വാർത്ത വന്നത്. എല്ലാ മാധ്യമങ്ങളിലും ഒരുപോലെ
കണ്ണൂർ ജില്ലയിലെ മാത്രമല്ല, പത്തനംതിട്ടയിൽ പോയി കഴിഞ്ഞാൽ ആ പത്രത്തിലും അത് മുൻപേജ് കണ്ടതാണ്. നിങ്ങൾ ബോംബെയിലേക്ക് പോയി കഴിഞ്ഞാൽ ബോംബെയിലും അത് കണ്ടതാണ്. ദേശീയ തലം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തമുള്ള സാഹിത്യ രചനയിൽ കിട്ടുന്ന അംഗീകാരമാണത്. അങ്ങനെയാണ് ഇവിടെ നടന്നത്. കൊയിലൂരിലെ പാവപ്പെട്ട ജനങ്ങളെ, ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്ത ജനങ്ങളെ, ഇപ്പൊ എല്ലാവരും എല്ലാ മേഖലയിലും അറിവുള്ളവരല്ല. അപ്പൊ സാഹിത്യ മേഖലയിൽ കൂടുതൽ ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് അത് അറിയില്ല എന്നുള്ളത് അവരുടെ ഒരു കുറ്റമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കുറ്റമൊന്നുമല്ല. ദേശീയ അവാർഡ് ഇങ്ങനെയാണെന്ന് അറിയാത്ത ഒരു സമൂഹത്തിനെ വഞ്ചിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ആ നാട്ടിലെ ജനങ്ങളെ ദേശീയ അവാർഡ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബാൻഡ് മേളവും ചെണ്ടമേളവും ഒക്കെ മുഴക്കി തുള്ളും ചാടിയൊക്കെ ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ ആനയിച്ചിട്ട് കൊണ്ടുപോയി. അതിനെയാണ് തുറന്നു കാട്ടിയ നാണുവേട്ടൻ. ആ തുറന്നു കാട്ടിയ വിദ്വേഷമാണ് അദ്ദേഹത്തിനെതിരെ ഇദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. 4 ലക്ഷം സ്വന്തം കയ്യിൽ നിന്നാണ് അദ്ദേഹം ചെലവാക്കിയത് ഇദ്ദേഹത്തിന്റെ ആൽബം എടുക്കാൻ. ആ ആൽബത്തിന്റെ പേരിൽ അദ്ദേഹം ദേശീയ അവാർഡാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധാരണ അവാർഡ് കൊണ്ടുവന്ന് ജനങ്ങളെ പറ്റിച്ചപ്പോൾ നാണുവേട്ടൻ അതിനെ ചോദ്യം ചെയ്തു. അവിടെയാണ് വിദ്വേഷം അദ്ദേഹം തുടങ്ങുന്നത്. ഇന്നലെ വരെ വോയിസ് ക്ലിപ്പിലൂടെ, ശബ്ദ ക്ലിപ്പുകളിലൂടെ റെക്കോർഡ് ചെയ്തിട്ട് നാണുവേട്ടനെതിരെ വളരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന രീതിയിൽ, അദ്ദേഹത്തെ കുടുംബത്തെ പോലും വലിച്ചിറക്കുന്ന രീതിയിൽ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം മാനനഷ്ട കേസ് തന്നെ കൊടുക്കണമെന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഇദ്ദേഹം എന്തുകൊണ്ട് എനിക്കെതിരെ കേസ് കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് ഞാൻ സംസാരിക്കുന്നത് നിർത്തണം. അങ്ങനെ നിർത്തില്ല കണ്ണപ്പ. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോലീസ് അധികാരികളായിട്ട് കൃത്യമായിട്ട് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വളരെ സിമ്പിളായിട്ട് പറ്റും. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ചുക്കും അറിയില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല. അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിന്തിക്കാൻ തുടങ്ങും. അവർക്ക് അതിനെപ്പറ്റി പ്രാഥമിക ധാരണ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് താങ്കൾ പറയുന്ന അവകാശവാദവും തട്ടിപ്പുകളൊക്കെ അവർ വിശ്വസിച്ചത്. അവരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ നന്ദികേടാണ്. കാരണം 4 ലക്ഷം നിങ്ങൾക്ക് വേണ്ടി മുടക്കിയ നാണുവേട്ടനെ നിങ്ങൾ അവാർഡ് തട്ടിപ്പ് നടത്തിയപ്പോൾ അത് ദേശീയ അവാർഡല്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഞാൻ തുറന്നു കാട്ടുന്നത്. കാരണം ഈ ഒരു വീഡിയോ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നാണുവേട്ടന്റെ കൂടെ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കറിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുന്നത്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ 19 ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച കാര്യമാണ്. കണ്ണപ്പന്റെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. ഭരണഘടന അനുവദിച്ചാണ്. കുഞ്ഞിക്കണ്ണന് ഇതൊന്നും അറിയില്ലെങ്കിലും നാട്ടിൽ വിവരമുള്ള ആൾക്കാരുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ ഓൾറെഡി എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു. ആ ഒറ്റ വീഡിയോയിലൂടെ തന്നെ എല്ലാവർക്കും കാര്യങ്ങൾ ധരിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ വീഡിയോ നിർത്തിക്കഴിഞ്ഞാലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും മാറില്ല. കാരണം എല്ലാവർക്കും അത് കൺവിൻസ് ആയി കഴിഞ്ഞു. ഇനിയൊരു വീഡിയോ ആവശ്യമാണ് ഞാൻ ഇടും. കാരണം ഇതേപോലെ തന്നെ വ്യക്തി അധിക്ഷേപമൊന്നും ഇല്ലാതെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വസ്തുതാപരമായിട്ട് ഒരു കാര്യത്തെയും നേരിടാൻ പറ്റില്ല. നിങ്ങൾ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. നാണുവേട്ടൻ്റെ കുടുംബകാര്യമെല്ലാം നിങ്ങൾ ഇവിടെ പറയേണ്ട കാര്യങ്ങൾ എന്താ ഉള്ളത്? നാണുവേട്ടനെ വ്യക്തിപരമായി ആക്ഷേപിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്താ ഉള്ളത്? നിങ്ങൾ ശരിയാണെങ്കിൽ അതിന്റെ തെളിവെടുത്തുകൊണ്ട് രംഗത്ത് പോകാം, അല്ലെങ്കിൽ തെളിവെടുത്തുകൊണ്ട് വീഡിയോ ഇടുക. ഓഡിയോ ക്ലിപ്പ് ഇട്ട് കളിക്കാതെ ഇങ്ങനെ നാണിച്ചേട്ടാ, കണ്ണൻക്ക് പുലർന്ന് കിട്ടിയ അവാർഡ് നിങ്ങളുടെ മനസ്സിലൊരു ക്യാൻസർ പോലെ വായിച്ചിരിക്കുകയാണ്. കണ്ണന്റെ കഴിവാണ് അതിന് കാരണം. കണ്ണനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. കണ്ണന് ട്യൂഷൻ ഉണ്ട്. ഈ രീതിയിൽ നിങ്ങൾ വോയിസ് ക്ലിപ്പ് ഇട്ട് കളിക്കല്ല വേണ്ട. നിങ്ങൾ നേരിട്ട് വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇറക്കൂ. അതാണ് ചെയ്യേണ്ടത്. ഓൾറെഡി നിങ്ങളുടെ തട്ടിപ്പ് ജനങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. അത് മനസ്സിലാക്കാതെ നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല, നിങ്ങളുടെ ഭാഗത്ത് സത്യവുമില്ല. നിങ്ങൾ ചെയ്തത് നന്ദികേടാണ് നാണുവേട്ടനോട്. ബഹുജൻ സാഹിത്യ അക്കാദമി ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കണ്ണൻ ബൊയിലൂരിന് അവാർഡ് കിട്ടിയെന്നാണ് ഞാൻ അറിയുന്നത്. ആ പടയാണിയിലൊക്കെ അടിച്ചു വന്നത് അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഈ ബഹുജൻ സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത് നിങ്ങൾ നെറ്റിലൊന്ന് അടിച്ചു നോക്കുക. ഒരുപാട് പേരിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട്. ബഹുജൻ സാഹിത്യ അക്കാദമി, സമാജം, ഇങ്ങനെ ഒരുപാട് പേരുകളിൽ പല സംഘടനകളായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നേരെ മറിച്ചൊരു ഗവൺമെന്റിന്റെ അണ്ടറുള്ള സ്ഥാനമാണ്. അല്ലെങ്കിൽ ദേശീയ തലത്തിൽ രചനകളെ വിലയിരുത്തിക്കൊണ്ട് അവാർഡ് കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു സംഘടന ആയിരുന്നെങ്കിൽ ഇത്തരത്തിൽ എല്ലാവർക്കും ഈ പറയുന്ന പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. പട്ടികജാതിയുടെ ഉന്മേനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ആസ്ഥാനമായിട്ട് പുസ്തക പ്രസിദ്ധീകരണം നടത്തുന്ന ബഹുജൻ സാഹിത്യ അക്കാദമി ഉണ്ട്. ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സ്ഥാനമാണെങ്കിൽ ഒരിക്കലും തന്നെ ആ പേര് പുറത്തുള്ള ഒരാൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റില്ല. ദേശീയ അവാർഡ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് നടത്തുന്നതാണ്. അത് ഇവർ നടത്തുന്ന ദേശീയ അവാർഡ്, മറ്റേവർ നടത്തുന്ന ദേശീയ അവാർഡ്, അങ്ങനെ വേറൊരുത്തൻ നടത്തുന്ന ദേശീയ അവാർഡ്, ഇങ്ങനെ ഒരു ദേശീയ അവാർഡില്ല. ഒരു വർഷത്തിൽ ഒരു ദേശീയ അവാർഡ്. ഇതെന്താ, ഇത് കടയിൽ വിൽക്കുന്ന സാധനമാണ്. ദേശീയ അവാർഡ് എന്ന് പറയുന്നത് പെട്ടുകടയിൽ കിട്ടുന്ന സാധനം എല്ലാം ഇഷ്ടമാണ്. ഇനിയും ആവശ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഞാൻ ഇത് സംബന്ധിക്കുന്ന തന്നെ വീഡിയോ ഇടും. കാരണം ഇതൊന്നും തന്നെ വ്യക്തിപരമായിട്ടുള്ള അതിശയമല്ല. കൃത്യമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ അവാർഡും ദേശീയ അവാർഡും തമ്മിലുള്ള വ്യത്യാസം, അതെങ്ങനെയാണ് മറ്റ് അവാർഡുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, അതിന്റെ വാല്യൂ എത്രയാണ്, പ്രൈവറ്റ് ഫേം കൊടുക്കുന്ന അവാർഡിന്റെ വാല്യൂ എത്രയാണ്, ഇത് രണ്ടും തമ്മിലുള്ള താരതമ്യം സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. മെഡലും തമ്മിലുള്ള വ്യത്യാസമാണ് എന്നും ഞാൻ പറഞ്ഞു. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. അതിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്ഷേപങ്ങളുമില്ല. വ്യക്തി ആക്ഷേപം എൻ്റെ രീതിയുമല്ല. ഇത് ഞാൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 19 ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും, എനിക്ക് മാത്രമല്ല എല്ലാ പൗരന്മാർക്കും നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതിന്റെ ബേസിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് ഭരണഘടന വിരുദ്ധമായ കാര്യമേ അല്ല. എല്ലാവർക്കും ജനാധിപത്യ സമൂഹത്തിൽ
ഇത്തരത്തിലുള്ള അവകാശങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ഓരോ പൗരനും വിനിയോഗിക്കുമ്പോഴാണ് ജനാധിപത്യം അതിൻ്റെ സമ്പൂർണ്ണ അർത്ഥത്തിലെത്തുന്നത്. അതൊക്കെ കുഞ്ഞിക്കണ്ണൻ അറിയാമോ എന്തോ എനിക്കറിയില്ല.